ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഒരു ഭാര്യയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഒരു ഭാര്യയാക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇനിയും വരാനുണ്ട്. സ്ത്രീകൾ സാമൂഹികമായിട്ടൊരു പ്ലേസ് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ മുഖം കുനിപ്പിച്ച് നമ്മുടെ ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു നായികയെ പോലെ അല്ല. സ്ത്രീകൾ വളരെ ബോൾഡായി സമൂഹത്തിൽ ഒരു പ്ലേസ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുരുഷന്മാർ ഒരു ദിവസം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വീടുകളിൽ അരികെ പോലത്തെ ഡേറ്റിംഗ് ആപ്പുകളിൽ കുട്ടികൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ரொம்ப ദൂരം പോയിട്ട് റാം അവിടെ തന്നെ നിൽക്കുന്നെന്നുള്ളൊരവസ്ഥ ചെറുതായിട്ട് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവായി പാർട്ട്ണറിനെ തപ്പുന്ന ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആൺകുട്ടികളൊക്കെ കുറേ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ മെസ്സേജ് ഇടുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിന്ന് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു 10 പുരുഷന്മാരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സംസാരിക്കുകയാണ്. ഒരു ജോലി സ്ഥലത്ത് 10 പുരുഷന്മാരെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആ പുരുഷന്മാരിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്നത് എത്ര ജെൻഡർ ന്യൂട്രലായിട്ട് അവർക്കൊരു പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവരോടും പെരുമാറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വിളിക്കുമ്പോൾ പോലും സഹോ എന്ന് വിളിക്കാം. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ഒരു ഉഗ്രനായിട്ടുള്ളൊരു വാക്കാണ് സഹോ. അത് ഒരു ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഒരു അഭിസംബോധനയാണ്. നമുക്കൊരു സൗഹൃദ വലയത്തിൽ സഹോദരനെന്നും ആവാം സഹോദരിയെന്നും ആവാം സഹോ, അതിനൊരു രസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജെൻഡർ ന്യൂട്രൽ അല്ലാതെ നമ്മളൊരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കി നമ്മളോട് എന്താ മോളൂസേ എന്ന് സംസാരിക്കുമ്പോൾ അവിടെ തന്നെ നമ്മൾ സ്പോട്ട് ചെയ്യുകയാണ്. ഇത് എന്തോ ഒരു ഡിഫറെൻ്റ് ആണല്ലോ, ഇതൊരു ഡിസയറാണ്. അപ്പം തന്നെ നമുക്ക് ആ വ്യക്തിയോട് ഒരു ചെറിയൊരു ഒരു അവമതിപ്പെന്ന് പറയാൻ പറ്റില്ല. ആ ആൾ നമ്മളെ ഒരു സ്ത്രീയായി ആണ് കാണുന്നത് എന്നുള്ളൊരു ഫീൽ വരും. ഇന്നത്തെ ഒരു സമൂഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒന്നിച്ച് പൊതുസ്ഥലങ്ങളിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, യാത്ര ചെയ്യുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടി ഇനിഷ്യേറ്റ് ചെയ്ത് ഞാൻ ബില്ല് കൊടുക്കാം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് സമൂഹം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ജെൻഡർ ന്യൂട്രലായിട്ട് ഒരു പുരുഷൻ പെരുമാറുകയും വളരെ വലിയ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുകയും ആ ആൾ അങ്ങനെ നമുക്ക് ആ ആളുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കിയിട്ട് ഒരു പാർട്ട്ണറായി ഇയാൾ എന്തുകൊണ്ടായിക്കൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ വളരെ നല്ല ബോൾഡായി ജീവിതത്തെ കാണുന്ന പെൺകുട്ടികളുടെ സമയമാണിത്. പക്ഷേ ആൺകുട്ടികൾ ഇപ്പോഴും വളരെ നമ്രശിരസ്കയായി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ടോക്കിലൂടെ എനിക്കൊരു വൈഫിനെ കിട്ടണം, അല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു എൻ്റെ എല്ലാ ആസ്പെക്റ്റും